പ്രശസ്ത കവി ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന് പറയുന്ന പാഠത്തെയാണ് നമ്മൾ ഇന്നിവിടെ പഠന വിധേയമാക്കുന്നത്. കേരളോത്പത്തി കഥയിലെ പരശുരാമനുമായി ബന്ധപ്പെട്ട മിത്തിന്റെ പുനരാഖ്യാനമാണ് ഈ കവിത. നമുക്കറിയാം, പരശുരാമൻ മഴുവെറിഞ്ഞ് രൂപപ്പെട്ടതാണ് കേരളം എന്ന് പറയുന്ന ഒരു ഐതിഹ്യ കഥയുണ്ട്. ശരിക്കും അതിന് കേരള ചരിത്രവുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ബ്രാഹ്മണ അധിനിവേശത്തിന്റെയും അതിനുശേഷം കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ജാതി വ്യവസ്ഥയുടെയൊക്കെ അടയാളങ്ങൾ ഈ മിത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. മിത്തുകളിൽ പറഞ്ഞ കേരളോത്പത്തിക്ക് കാരണമായ പരശുരാമനേക്കാൾ വാമനന് മൂന്നാമത്തെ അടി വയ്ക്കാൻ തന്റെ ശിരസ് കുനിച്ചു കൊടുത്ത മഹാബലിയാണ് കേരളീയ ജനത നെഞ്ചേറ്റിയത്. ബാലാമണിയമ്മയുടെ കവിതയിൽ പരശുരാമൻ താൻ സൃഷ്ടിച്ച കേരളത്തെ കാലങ്ങൾക്ക് ശേഷം നോക്കി കാണാൻ വേണ്ടി വരികയാണ്. ഒപ്പം ആ കടലിലേക്ക് മഴുവെറിയാനുണ്ടായ സാഹചര്യത്തെ അദ്ദേഹം ഓർക്കുന്നതാണ്. മഹേന്ദ്ര പർവ്വതത്തിനു മുകളിൽ നിന്ന് ആകാശത്തിന് കീഴെ പച്ച നാക്കില വെച്ചതുപോലെയുള്ള ഭൂഖണ്ഡത്തെ പരശുരാമൻ നോക്കിക്കാണുകയാണ്. തൻ്റെ കയ്യാൽ നിർമ്മിതമായ ഈ ഭൂമിയെ, അതിൻ്റെ സൗന്ദര്യത്തെ, അവിടെ ഉത്സവം പോലെ ജീവിക്കുന്ന ജനങ്ങളെ, അതൊക്കെ കാണുമ്പോൾ പരശുരാമൻ തിരിച്ചറിയുന്നുണ്ട്, അവരൊന്നും തന്നെയോ തൻ്റെ മഴുവിൻ്റെ കഥയോ ഇപ്പോൾ ഓർക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. മഹർഷി ശ്രേഷ്ഠനായ ജമദഗ്നിയുടെ പുത്രനായി ജനിച്ച അല്ലെങ്കിൽ പുത്രനാണ് ഈ പരശുരാമൻ. അച്ഛൻ ക്ഷത്രിയ വംശജനും അമ്മ രേണുകയിലും ജനിച്ച മകനാണ് പരശുരാമൻ. ഒരു മധുമാസത്തിൽ ഈ സുന്ദരിയായ അമ്മ ഗാന്ധർവന്മാർ പ്രേമലരായി നീന്തി കളിക്കുന്ന ജീവിതോത്സവൻ നെടുവീർപ്പോടെ നോക്കി നിന്നു. തനിക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോയ സൗന്ദര്യത്തിന്റെയും അനുഭവങ്ങളുടെയും ഗന്ധർവലീലയിൽ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവർ. ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്ന നേരം തന്റെ അന്തർദർശനത്തിൽ, അതായത് അമ്മയുടെ ഭർത്താവ് ഭാര്യ മനസ്സുകൊണ്ട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. തന്റെ മക്കളോട് തന്നെ അതിന്റെ പേരിൽ അമ്മയെ കൊല്ലാനായിട്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. മറ്റെല്ലാ മക്കളും പിൻവാങ്ങുന്ന സമയത്ത് പിതൃ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ പിതൃപ്രിയപുത്രനായ പരശുരാമൻ അച്ഛന്റെ വാക്ക് പാലിച്ചുകൊണ്ട് ദൈവദത്തമായ അദ്ദേഹത്തിന് ലഭിച്ച മഴുകൊണ്ട് അമ്മയുടെ ശിരസ് അറുത്തിടുന്നു. അത് കണ്ടു ദുഃഖിച്ച സഹോദരനും ഒരു നിമിഷമെങ്കിലും മുഖം വിവർണമായ അച്ഛനും നിന്നു എന്നാണ്. അച്ഛന്റെ ആജ്ഞയനുസരിച്ച് ധർമ്മത്തെ സ്മരിച്ചുകൊണ്ട് മുഖം താഴ്ത്തി നിൽക്കേ, ഉണ്ണി നിനക്ക് എന്തു വേണം എന്ന് അച്ഛൻ മകനോട് ചോദിക്കുന്നുണ്ട്. തന്റെ ആജ്ഞ പാലിച്ച മകന് ഇഷ്ടമുള്ള വരം കൊടുക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മകൻ ചോദിക്കുന്ന വരം, അതിന് പകരമായിട്ട് മകൻ ചോദിക്കുന്ന വരം എമ്മട്ടിലായിരുന്നോ അല്ലെങ്കിൽ എപ്രകാരമായിരുന്നോ അമ്മ നേരത്തെ അങ്ങയുടെ അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നത്, അതുപോലെ തന്നെ അമ്മ ഇനിയുള്ള കാലവും അച്ഛന്റെ മനസ്സിൽ പതിവ്രതയായി തന്നെ ഇരിക്കണമെന്നാണ് ഈ മകൻ അച്ഛനോട് ചോദിച്ച വരം എന്ന് പറയുന്നത്. അമ്മയെ ഒരിക്കലും പാവിനിയായി കാണരുത് എന്നാണ് മകൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഈ അച്ഛൻ
അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയും ചെയ്യും. പക്ഷെ പരശുരാമനാകട്ടെ അമ്മയെ വധിച്ചതിലുള്ള പാപഭാരവും പേറി തന്റെ മഴുവുമായി ഭാരത ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്. എപ്പോഴോ അയാളുടെ ശ്രദ്ധ വീണ്ടും അച്ഛന്റെ ആശ്രമ പരിസരത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അച്ഛന്റെ ആശ്രമത്തെ ക്ഷത്രിയർ കയ്യേറിയെന്നും പശുക്കിടാങ്ങളെ പിടിച്ചുകൊണ്ടുപോയി എന്നും ഒക്കെ അറിയുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ക്രോധം ഈ ക്ഷത്രിയ കുലത്തിനു നേരെ പ്രയോഗിക്കുകയാണ്. ക്ഷത്രിയ രാജാവായിരുന്ന കാർത്തവീരാർജുനനെ വധിക്കുന്നു. ക്ഷത്രിയരെയും മഹത്തായ രാഷ്ട്രങ്ങളെയും എല്ലാം അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കുകയാണ്. അങ്ങനെ ചെയ്തതിനു ശേഷം വീണ്ടും അച്ഛന്റെ മുന്നിലെത്തുമ്പോൾ മകൻ ചെയ്ത കൊടും പാതകത്തെയാണ് അച്ഛൻ ഓർപ്പിക്കുന്നത്. യോഗിയായിരുന്നിട്ടും തുച്ഛമായ പകപോക്കാൻ വേണ്ടി, അതായത് യോഗിയുടെ പരശുരാമനല്ലേ അല്ലെ, അവിടെ യോഗിയുടെ മനസ്സുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ യോഗിയായിരുന്നിട്ട് പോലും തുച്ഛമായ പോക്കലിന് വേണ്ടിയിട്ട് കൊടും ക്രൂരതകൾ ചെയ്ത അതിനെയാണ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല അച്ഛൻ നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, നിന്റെ ഉള്ളില് നീ ചെയ്ത പാപങ്ങളുടെ ഈ രക്തക്കറ കഴുകിക്കളയാൻ വേണ്ടി, കളഞ്ഞു വരാൻ വേണ്ടി ഈ അച്ഛൻ ആരോട് പറയുകയാണ്? ഈ പറയുന്ന മകനോട് പറയുകയാണ്, നിർദ്ദേശിക്കുകയാണ്. ഇനി അദ്ദേഹം ഈ കാർത്തവീരാർജുനന്റെ നാട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള സൽക്കർമ്മങ്ങളും വീരകൃത്യങ്ങളും ഒക്കെ ആൾക്കാർ പരസ്പരം പറയുന്നതാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിനെ വീണ്ടും വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല താൻ നേടിയ ആത്മശക്തി കൊണ്ട് നാടുമുടിച്ച ഭൃഗുരാമൻ എന്ന് പരശുരാമനെ പറയുന്നത് ഋഷി വംശത്തിലെ തന്നെ ചാഴിയാണ് എന്നും അവർ പറയുന്നത് കേട്ടു, നാട്ടുകാർ പറയുന്നത് കേട്ടു. എങ്ങനെയാണ്? അതായത് താൻ നേടിയ ആത്മശക്തി കൊണ്ട് നേടിയ മഴുകൊണ്ട് നാടുമുടിച്ച ഭൃഗുരാമൻ ഋഷി വംശത്തിലെ തന്നെ ചാഴിയാണ് എന്നും ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അപ്പൊ തന്മയെ തകർക്കാൻ വേണ്ടിയാണ് മഹേശൻ അദ്ദേഹത്തിന് എന്തു കൊടുത്തത്? മഴു കൊടുത്തത്. പക്ഷെ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പരശുരാമൻ അപ്പോൾ ഖേദത്തോടു കൂടി ഓർക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒട്ടേറെ അലച്ചിലിന് ശേഷം അദ്ദേഹം ആശ്രമത്തിലെത്തിയപ്പോൾ ഈ കാർത്തവീരാർജുനന്റെ മക്കൾ അച്ഛനെ കൊന്നതിന് പകരം വീട്ടിയത് അറിയുകയാണ്. അപ്പൊ വീണ്ടും അദ്ദേഹത്തിനുള്ളിലേക്ക് പക സന്നിവേശിക്കുന്നു. അപ്പം തന്റെ മഴു ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രയോഗിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ ആരണ്യ പിതാക്കൾ തന്നെ ആത്മീയ ധനം ലോക നന്മയ്ക്കായാണ് ഉപയോഗിക്കേണ്ടത് എന്നും വാഴ്വിന്റെ അൻപ് കാട്ടി അല്ലെങ്കിൽ വമ്പു കാട്ടി പകപോക്കാൻ വേണ്ടിയല്ല എന്നുമുള്ള അച്ഛന്റെ ഉപദേശമാണ് വീണ്ടും പരശുരാമന്റെ മനസ്സിൽ തെളിയുന്നത്. മാത്രമല്ല ഈ പറയുന്ന കാര്യം പ്രകൃതിയുടെ ഓരോ അണുവിലും തട്ടി പ്രതിധ്വനിക്കുന്നതായിട്ട് ആർക്ക് അനുഭവപ്പെടുകയാണ്? ഇദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അപ്പം ഈ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തപോബലം പാഴാക്കി കളഞ്ഞ നീ എന്ന മട്ടിലുള്ള ശാപങ്ങളാണ് എല്ലായിടത്തു നിന്നും അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ വല്ലാതെ പശ്ചാത്താപ വിവശനായിട്ട് ആര് മാറി? ഈ രാമൻ മാറി. അദ്ദേഹം ഋഷികളെ തേടി നടന്നു. അപ്പം അവര് പറഞ്ഞു, ഈ ക്ഷത്രിയന്മാരുടെ കയ്യിൽ നിന്ന് നീ ദാനമായി മേടിച്ച അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ച നാടെല്ലാം ദാനമായിട്ട് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അതെല്ലാം ചെയ്തുവെങ്കിലും ആ ദാനഭൂമിയിൽ പോലും താമസിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അർഹനല്ല എന്ന് സ്വയം തോന്നുകയാണ്.
അങ്ങനെ സമുദ്രതീരത്തേക്ക് രാമൻ തന്റെ മഴുവിനാൽ തീർത്ത സമുദ്രതീരത്തെത്തിയ തന്റെ മഴുകൊണ്ട് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ അമ്മയെ ഓർക്കുന്നു. തന്റെ കാരണത്താൽ മരിക്കേണ്ടി വന്ന അച്ഛനെ കുറിച്ചും അദ്ദേഹം ഓർക്കുന്നു. മാത്രമല്ല മഴുവിന്റെ രക്തക്കുതിയെ കുറിച്ചും ഒക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിക്കെ തന്റെ മഴു തോളിൽ നിന്നെടുത്ത് കടലിലേക്ക് ദൂരത്തേക്ക് എറിഞ്ഞു കളയുകയാണ്. അപ്പൊ ഹിംസയില്ലാതെ തന്നെ സത്യവും നീതിയും ഉള്ള ഒരു നാടിനെ സൃഷ്ടിക്കുമെന്നും അയാൾ ആഗ്രഹിക്കുകയാണ്. അതായത് ഹിംസയൊന്നുമില്ലാതെ പരസ്പര സഹോദര്യവും സഹവർത്തിത്വവും ഒക്കെ ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമെന്നും ഒക്കെ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പം മാത്രമല്ല സംഹാരത്തിനല്ല സൃഷ്ടിക്കായിട്ടാണ് തന്റെ തപശക്തിയെ മേലിൽ ഉപയോഗിക്കേണ്ടത് എന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഉറപ്പിക്കുന്നു, അദ്ദേഹം തീരുമാനിക്കുകയാണ്. വീണ്ടും അദ്ദേഹം മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി തപസ് ചെയ്യുന്നു. നാളുകൾക്ക് ശേഷം തപസ്സിൽ നിന്നുണരവേ തന്റെ മഴു ചെന്ന് പതിച്ച സ്ഥലത്ത് പതിയെ മണൽത്തിട്ട പൊങ്കി പുതിയ ഒരു നാട് ഉണ്ടായി വരുന്ന അദ്ദേഹം കാണുകയാണ്. മാമലകളും താഴ്വരകളും പച്ചപ്പും പാടങ്ങളും പശുക്കിടാങ്ങളും നാടിനെ കണ്ട് അദ്ദേഹം കൺകുളിർക്കെ കാണുന്നുണ്ട്. അന്യദേശത്ത് നിന്ന് ആളുകൾ അവിടേക്ക് കുടിയേറി മനുഷ്യർ കുടുംബങ്ങളായി താമസിച്ചു. ശൈവനെന്നോ വൈഷ്ണവനെന്നോ നാഗന്മാരെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം സഹായിച്ചും മാനിച്ചും അവർ കഴിഞ്ഞു. അങ്ങനെ ജീവിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അപ്പൊ ഒത്തിരി അദ്ദേഹത്തിന് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം തന്റെ കർമ്മം സഫലമായി എന്ന കാര്യം പരശുരാമൻ ഓർക്കാൻ പോലും ആ സമയത്ത് വിട്ടുപോയി. മാത്രമല്ല തന്റെ ചെറുനാട്ടിൽ അല്ലെങ്കിൽ ഈ പൊന്തി വന്ന ഈ നാട്ടില് ജ്ഞാനം വിതയ്ക്കാനായിട്ട് അദ്ദേഹം ബ്രാഹ്മണരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ്. വീണ്ടും അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മഹാഗിരി ശൃംഗങ്ങളിലേക്ക് തപസ്സിനായിട്ട് പോവുകയാണ്. അവിടുന്ന് യുഗങ്ങളൊക്കെ മാറുന്നു, മനുഷ്യന് വളർച്ചയും പരിണാമവും ഉണ്ടാകുന്നു. പക്ഷെ വീണ്ടും എന്തുകൊണ്ടാണ് കാലം കഴിഞ്ഞപ്പോൾ കാലാന്തരത്തിൽ പരസ്പരം മത്സരിക്കുന്ന ആളുകളും പോർവിളികളും ജയഘോഷങ്ങളും മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. അത് എവിടെ നിന്നാണ്? താൻ സൃഷ്ടിച്ച സമത്വസുന്ദരമായ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു നാട്ടിൽ നിന്നാണ് വീണ്ടും ഈ പോർവിളികൾ അദ്ദേഹം കേൾക്കുന്നത്. ഇപ്പൊ വഴി തെറ്റിപ്പോയ തന്റെ വഴിയെ തന്നെയാണല്ലോ തന്റെ നാട്ടിലെ ജനങ്ങളും പിന്തുടർന്നു പോരുന്നത് എന്ന് അദ്ദേഹത്തിന് എന്നത് ഓർത്ത് അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാവുകയാണ്. താൻ വഴി തെറ്റിപ്പോയി, പക്ഷെ താൻ സൃഷ്ടിച്ച ഈ പുതിയ നാട്ടിലും ആൾക്കാരും അതേ വഴിക്ക് തന്നെയാണോ, തെറ്റായ വഴിക്ക് തന്നെയാണല്ലോ സഞ്ചരിക്കുന്നത് എന്ന് ഓർത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ടാകുകയാണ്. മാനവശക്തി തിന്മയ്ക്കായല്ല ഉപയോഗിക്കേണ്ടത് എങ്കിലും തിന്മയുടെ പിന്നാലെയാണ് ഇപ്പോഴെന്നും ആൾക്കാർ പോകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം അത് അങ്ങനെയല്ല പോകേണ്ടത് എന്ന്, പക്ഷെ ഈ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഭൂമിയിൽ അവശേഷിക്കുന്ന വെറും കണ്ണീരും നോവും പകയും വീറും പോരും തന്നെയാണ്. വീണ്ടും ഈ ലോകം അങ്ങനെ തന്നെ ആയിട്ട് മാറിയിരിക്കുകയാണ്. മനുഷ്യൻ സ്വരൂപിച്ച ഏതൊരു ആദർശവും ഭൂമിയിലെത്തുമ്പോൾ, ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത് നിറം കെട്ടു പോകുന്നുവെന്നും ഏത് നന്മയും ക്രമേണ മുനകൂർപ്പിച്ച് തിന്മയായി മാറ്റാൻ മനുഷ്യന് കഴിയുമെന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ്, ഏത് നന്മയും മുനകൂർപ്പിച്ച് തിന്മയാക്കി മാറ്റാൻ വേണ്ടി മനുഷ്യന് കഴിയുന്നു എന്നതും ആര് മനസ്സിലാക്കുന്നു? ഈ രാമൻ തന്നെ മനസ്സിലാക്കുന്നു. താൻ ചെയ്തു പോയ തെറ്റിനെ തിരിച്ചറിയാൻ മനുഷ്യന് ഇനി എത്ര നാൾ ജീവിക്കണം? അതായത് ഇവര് ചെയ്ത തെറ്റുകൾ അവർക്ക് എന്നാണ് ഇനി തിരിച്ചറിയുക എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. തന്റെ നാട്ടിലെ മനുഷ്യരെ നനയുന്ന കണ്ണുകളോട് കൂടി രാമൻ നോക്കുന്നു. ഉഗ്രകോപവും അസംതൃപ്തിയും ധീരതയും ഉദ്യോഗം നിറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ തനിക്ക് പിഴ പറ്റിയതായും ബ്രഹ്മശക്തിയും ക്ഷത്രിയ ശക്തിയും ഒന്നു ചേർന്നാൽ അസ്വാരസ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് രാമന് ബോധ്യപ്പെടുന്നു. അത് ഈ ബ്രാഹ്മണ ശക്തിയും ക്ഷത്രിയ ശക്തിയും എന്ന് പറയുന്നത് അവരുടെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയാണ്. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ്, പിറവിയെടുത്തതാണ് രാമൻ. അപ്പൊ അവിടെ നിന്ന് എന്തുണ്ടാകില്ല? അസ്വാരസ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ആശയത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയാണ്. എങ്കിലും അദ്ദേഹം ആശ്വസിക്കുകയാണ്. കാരണം ജനങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതിസാഹസികത കാണിച്ച് തെറ്റുകളിലൂടെ കടന്നുപോയി ശാന്തി തേടി അലഞ്ഞു നടക്കുന്ന തന്നെയല്ല. അതായത് അവിടെ സൃഷ്ടിച്ച് അതിസാഹസികമായി മുന്നോട്ട് പോയ തന്നെയല്ല, പകരം 3 അടി മണ്ണ് ശോഭിച്ചപ്പോൾ 3ാമത്
അളക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്ത വിനയാനിതനായ മഹാബലി എന്ന സൗമ്യമൂർത്തിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഓർക്കുന്നത് എന്നോർക്കുമ്പോൾ അദ്ദേഹം നെടുവീർപ്പെടുകയാണ്. പരശുരാമന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിച്ച നന്മ തിന്മകളിലൂടെ തന്നെയാണ് ഇന്നും ഈ ഭൂമിയിലെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ കവിതയിലൂടെ പറയുകയാണ്. അവർ തന്നെ ഓർക്കാത്തതിലുള്ള വിഷമമല്ല, ഓർക്കാതിരിക്കുന്നതിലുള്ള സംതൃപ്തിയാണ് അവസാന ഭാഗത്ത് കാണുക. കാരണം എന്താണ്? താൻ തിന്മയുടെ രൂപമായിട്ട് തന്നെ മാറിയിരുന്നു. തന്നെ ഓർക്കാത്തതിൽ അദ്ദേഹത്തിന് ഒരിക്കലും, ഒരുപക്ഷെ ആ നാട് സൃഷ്ടിച്ചത് ഞാനാണ്, പക്ഷെ തന്നെ ഓർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപക്ഷെ വിനയത്തിന്റെ ഏറ്റവും ഉദാത്ത മാതൃകയായ മഹാബലിയെ ഓർക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇഷ്ടപ്പെടുകയാണ്, അതിനെ അദ്ദേഹം ഇഷ്ടപ്പെടുകയാണ്. മാറിവരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സാമൂഹ്യ മനസ്സിൽ രൂപപ്പെട്ട അക്രമോത്സവയും പുതിയ കാലഘട്ടത്തിലൊക്കെ പറയുകയാണ്, ഇങ്ങനെ പറയില്ലേ, പഴയ കാലഘട്ടത്തിന്റെ മഹാബലിയുടെ കാലഘട്ടത്തിന്റെ ഓണത്തിന്റെ ഒക്കെ സാഹോദര്യവും ഒരുപക്ഷെ ഐക്യവും സ്നേഹവും സഹിഷ്ണുതയൊക്കെ നമ്മുടെ നാട്ടില് മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനെയും വളരെ കൃത്യമായ ഭരണാധികാരികളുടെ ജനദ്രോഹപരമായ നടപടികളും അഴിമതികളെ ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ കവിതയിൽ സന്നിവേശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് ഈ കവിത. ഒരുപക്ഷെ വളരെ ഗഹനമായ അല്ലെങ്കിൽ താത്വികമായ ഫിലോസഫിക്കലായിട്ടൊരു കവിത കൂടിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ കവിതയുടെ ഒരു എന്താ പറയാ ഒരു സ്പേസ് നമുക്ക്, അല്ലെങ്കിൽ ആ കവിതയുടെ ആന്തരിക തലവും ബാഹ്യതലവും ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയും പഴയ കാലഘട്ടത്തിലെ അവസ്ഥയും മനുഷ്യന്റെ പൊതു സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, താങ്ക് യു.